Good morning, all. In our course, in third module, we can see there is a topic test of hypothesis, large sample test for single mean, single proportion, and equality of means are there. Actually, most of the topics are covered already, but the large sample test for single proportion is left to discuss. So we are going to discuss hypothesis test for large sample single proportion. Okay, this is something we left to discuss. ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നമുക്ക് അറിയാവേണ്ട ഒരു കാര്യം, ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് യു ക്യാൻ സീ ദ ടോപ്പിക്. This is for mean. Yeah, test concerning a population proportion. Okay, large sample test. Within that, how to do these problems. So you already seen how to do the testing of hypothesis. We want to determine a null hypothesis. ഇവിടെ നമുക്കുണ്ടാവുന്ന null hypothesis എപ്പോഴും എച്ച് നോട്ട് എന്ന് പറയുന്ന null hypothesisനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. പോപ്പുലേഷൻ പ്രൊപ്പോർഷനാണ് സ്മോൾ പി കൊണ്ട് മീൻ ചെയ്യുന്നത്, ഈക്വൽ ടു പി നോട്ട് എന്നുള്ളതായിരിക്കും പോപ്പുലേഷൻ null hypothesis. Now alternative hypothesisന് 3 ഓപ്ഷൻസ് ഉണ്ടാവും. അത് ഡിപ്പെൻഡിങ് ഓൺ ദ ക്വസ്റ്റ്യൻ വേരി ചെയ്യും. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയിട്ട് ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ഡിറ്റർമൈൻ ചെയ്യാം. ഇറ്റ് ക്യാൻ ബി പി ഗ്രേറ്റർ ദാൻ പി നോട്ട്, sometimes it will be p less than p naught, or most of the cases it will be p not equal to p naught. Okay, you want to determine that depending on the question. Then അങ്ങനെ null hypothesisഉം പിന്നീട് alternate hypothesis എച്ച് എയും എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യുക. അതിനുശേഷം we'll use normal distribution here. So we'll use test statistic z. ഇവിടെ t distribution അല്ല, z ആണ്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് z കണ്ടെത്തും, which is p cap minus p naught divided by root of p naught into 1 minus p by n. ഈ 1 minus p നോട്ടിനെ നമ്മൾ q എന്ന് വിളിക്കാറ്, ഓർ q നോട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഈ z വാല്യൂ കണ്ടെത്തിയിട്ട് ഈ z അതുപോലെ നമുക്ക് ക്വസ്റ്റ്യനിൽ ആൽഫ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ z കണ്ടെത്താം, പിന്നീട് z ആൽഫ കണ്ടെത്താം. അപ്പർ ടൈൽഡോ അല്ലെങ്കിൽ ലോവർ ടൈൽഡോ ടെസ്റ്റ് ആണെങ്കിൽ z ആൽഫ കണ്ടെത്തും. 2 ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ z ആൽഫ ബൈ 2 കണ്ടെത്തും. ഓക്കെ, അതിന് ഒരു സെപ്പറേറ്റ് ടേബിൾ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ലുക്കിംഗ് അറ്റ് ദാറ്റ് ടേബിൾ യു ക്യാൻ ഡിറ്റർമൈൻ z ആൽഫ ഓർ z ആൽഫ ബൈ 2 ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. അത് കണ്ടെത്തുക എന്നുള്ളതാണ് പിന്നീട് ചെയ്യേണ്ടത്. സോ എച്ച് നോട്ട് എച്ച് എ എഴുതിയ ശേഷം z കണ്ടെത്തുക. ആഫ്റ്റർ ദാറ്റ് z ആൽഫ ഓർ z ആൽഫ ബൈ 2 ഡിപ്പെൻഡിങ് ഓൺ ദ ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് അത് കണ്ടെത്തുക. എന്നിട്ട് ഇതൊരു ഒന്ന് കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യേണ്ടത് ഇഫ് z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു z ആൽഫ, ഫസ്റ്റ് കേസാണെങ്കിൽ ഈ ഒരു കേസിലാണെങ്കിൽ z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു z ആൽഫ വരുന്ന സമയത്താണ് നമ്മൾ റിജക്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ എച്ച് നോട്ടിനെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ z ഗ്രേറ്റർ ദാൻ z ആൽഫ ആയിരിക്കണം, അല്ലാത്ത സമയത്ത് നമ്മൾ റിജക്റ്റ് ചെയ്യില്ല. അതുപോലെ സെക്കൻഡ് കേസിൽ p ലെസ് ദാൻ p നോട്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ z ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് z ആൽഫ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ നമ്മുടെ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യുള്ളൂ, അല്ലാത്ത പക്ഷം റിജക്റ്റ് ചെയ്യില്ല. ഇതിൽ 2 ടൈൽഡ് ടെസ്റ്റ് വരുന്ന സമയത്ത് z ഗ്രേറ്റർ ദാൻ z ആൽഫ ബൈ 2 അല്ലെങ്കിൽ z ലെസ് ദാൻ മൈനസ് z ആൽഫ ബൈ 2 വരുന്ന സമയത്താണ് റിജക്റ്റ് ചെയ്യുക. അതായത് നമ്മൾ ഒരു റഫ് ഫിഗർ വരയ്ക്കുമ്പോൾ ഇവിടെ ഈ ഒരു റീജിയനാണ് z ഗ്രേറ്റർ ദാൻ z ആൽഫ ബൈ 2, ഈ ഒരു റീജിയനാണ് z ലെസ് ദാൻ മൈനസ് z ആൽഫ ബൈ 2 വരിക. അപ്പോൾ ഇതിൽ വരുമ്പോൾ മാത്രം റിജക്റ്റ് ചെയ്യും, അതിൻ്റെ അകത്ത് വരുമ്പോൾ റിജക്റ്റ് ചെയ്യില്ല. ഈ രീതിയിലാണ് അതിൻ്റെ ഡിസ്കഷൻ പോകുന്നത്, നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് പോകുന്നത്. ഓക്കെ, നമുക്കതിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് try to do this question. Transceivers provided wireless communication provides
provide wireless communication among electronic components of consumer products, responding to a need for a fast, low-cost test of Bluetooth-capable transceivers. Engineers developed a product test at the water level in one set of trials with 60 devices. In one set of trials with 60 devices selected from different water loads, 48 devices passed. Test the null hypothesis P equal to 0.070 against the alternate hypothesis P greater than 70. Okay. So ഇങ്ങനെ ഒരു ഡാറ്റ തന്നു കഴിഞ്ഞാൽ we want to determine what is P naught, what is P cap, what is N, what is alpha at the 0.005 level. ഇത് പറഞ്ഞിട്ടുണ്ട്. These are the things we want to determine. So P naught is something, it is written here. What we want to test. നമ്മുടെ null hypothesis എപ്പോഴും P equal to P naught ആയിരിക്കും. ഈ കേസിൽ നമ്മളെടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് P equal to 0.70. That means P naught equal to 0.70. Okay. 0.7. Okay. Then, so what is P cap? P cap is this proportion on the sample. 48 devices passed out of 60. So 48 by 60. 48 by 60 equal to 0.8. Okay. 0.8 is P cap. N equal to 60. Then other things, alpha equal to 0.05. Okay. So 1 minus alpha 95% significance level എന്നുള്ളതിന് equivalent ആണിത്. Okay. 95% significance level. Then with this data 1 minus Q naught എന്താ വരുന്നത്? 1 minus Q naught വരുന്നത് 0.30. Okay. These are the things we may require. Then first we will write H naught. ആദ്യം ഈ വാല്യൂസ് എല്ലാം കണ്ടെത്തിയ ശേഷം H naught null hypothesis ഒന്നുകൂടെ എടുത്ത് എഴുതാം. P equal to 0.7. H A നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എഗൻസ്റ്റ് ദ null alternate hypothesis എന്ന് സ്പെഷ്യലി പറഞ്ഞുകൊണ്ട് H A is P greater than 0.7. So അപ്പർ ടൈൽഡ് ടെസ്റ്റാണ്, വൺ ടൈൽഡ് ടെസ്റ്റാണ്, അപ്പർ ടൈൽഡ് ടെസ്റ്റാണ്. ഓക്കെ. ദെൻ ആഫ്റ്റർ ദിസ് വിൽ ഫൈൻഡ് അവർ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് സെഡ് കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് പി ക്യാപ് മൈനസ് പി നോട്ട് ഡിവൈഡഡ് ബൈ എന്തായിരുന്നു square root of P naught into 1 minus P naught by N, or P naught into Q naught by N. Okay. This will be equal to P cap was 0.8 minus 0.7 divided by what was the value? Square root of P naught was 0.7 into 0.3 divided by 60, right? Okay. That value will be equal to, I think it is 1.69. ഒന്ന് നോക്കുക കേട്ടോ, വെരിഫൈ ചെയ്യണം. 1.69 ആണെന്ന് തോന്നുന്നു. Then so we got Z equal to 1.69. Now one-tailed test ആയതുകൊണ്ട് we want to find Z alpha by 2 അല്ല, Z alpha കണ്ടുപിടിക്കണം. അതായത് Z suffix 0.05. ഞാനൊരു ടേബിൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ടേബിൾ ഒന്ന് റെഫർ ചെയ്യുക. Z ആൽഫയുടെ വാല്യൂ അതിൽ കിട്ടേണ്ടതാണ്. നോക്കട്ടെ. നമുക്ക് ആൽഫ 5% ആകുമ്പോഴുള്ള
സെഡ് ആൽഫ ബൈ 2 തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് ആൽഫ 5% ആകുമ്പോഴുള്ള സെഡ് ആൽഫയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൽഫ 10% ആകുമ്പോഴുള്ള സെഡ് ആൽഫ ബൈ 2 എടുത്താൽ മതി. ആൽഫ 10% ആണെങ്കിൽ ആൽഫ ബൈ 2 5% ആണ്. സോ നമുക്ക് വേണ്ട കാര്യം കിട്ടും. അപ്പോൾ ആൽഫ ഇവിടെ നമുക്ക് ആൽഫ 0.05 ആണ്. പക്ഷേ നമ്മൾ ഈ ടേബിൾ നോക്കുമ്പം ആൽഫ ഈക്വൽ ടു 10 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡ് ആൽഫ ബൈ 2 എടുക്കും. സോ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സെഡ് ആൽഫ കിട്ടും. ഓക്കെ, ആൽഫ ഈക്വൽ ടു 10% സെഡ് ആൽഫ ബൈ 2 സെയിം ആസ് ആൽഫ ഈക്വൽ ടു 5% സെഡ് ആൽഫ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് സെഡ് ആൽഫ ഈക്വൽ ടു 1.645 ആണ്. ഓക്കെ, ടേബിൾ ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. ദെൻ കമ്പയർ ചെയ്യാം. എങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടത്? സെഡ് ആൽഫയേക്കാൾ വലുതാണെങ്കിൽ, സെഡ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫ ആണെങ്കിൽ വിൽ റിജക്റ്റ്, അതർവൈസ് വിൽ അക്സെപ്റ്റ്. സെഡ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫ ആണോ? അല്ല, 1.69 ആണ്. അപ്പോൾ ഹിയർ സെഡ് ഈക്വൽ ടു 1.69 ഇസ് ഗ്രേറ്റർ ദാൻ ആണല്ലേ? യെസ്, സെഡ് ഈസ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫ ഈക്വൽ ടു 1.645. So what's the conclusion? We'll reject the null hypothesis. Therefore, we reject null hypothesis. So we'll accept alternate hypothesis. That means alternate hypothesis p greater than 0.7. That means there is enough evidence to conclude that the transceivers that would be produced is greater than 0.7. Okay, so that's the conclusion. Similar questions we can do. Please try to do yourself. Okay, സിമിലർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയും. മറ്റു സിമിലർ ടെക്സ്റ്റ് ബുക്ക്സ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതേ കണ്ടൻറ്റ് ഡിസ്കസ് ചെയ്യുന്ന മറ്റു ടെക്സ്റ്റ് ബുക്സും ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിലും കാണാൻ കഴിയും. ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് പി ഗ്രേറ്റർ ദാൻ പി നോട്ട് വരുന്നൊരു കേസാണ് ഡിസ്കസ് ചെയ്തത്. സിമിലർലി പി നോട്ട് ഈക്വൽ ടു പി നോട്ട് വരുന്നതും പി ലെസ് ദാൻ പി നോട്ട് വരുന്നതുമായിട്ടുള്ള കേസുകളെല്ലാം ഉണ്ടാവും. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇതിൽ സിംഗിൾ മീൻ ആയിരിക്കും കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരിക. സിംഗിൾ പ്രൊപ്പോർഷൻ്റെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിംഗിൾ മീൻ വരുന്നതാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരിക കമ്പയറിങ് വിത്ത് പ്രൊപ്പോർഷൻ. സ്റ്റിൽ ഇതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ.